ഹലോ എടാ, ഇന്ന് രാവിലെ 8 മണിക്ക് വിഷ്ണു ചെന്ന് KMC ഹോസ്പിറ്റലിൽ വരെ വരുവോ? മംഗലാപുരം. ഇല്ലടാ, ഞാൻ ഒരു കല്യാണ ട്രിപ്പ് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ആടെ നമുക്ക് മസാജിങ്ങിനും പോവാം. നിനക്ക് നാണുണ്ടോ മസാജിങ്ങിനെല്ലാം പോകാൻ വേണ്ടിയിട്ട്? അങ്ങനത്തെ പരിപാടിക്കൊന്നും എന്നെ കിട്ടൂലേ? പിന്നെ ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ വരാം. അത് വിഷ്ണുവിൻ്റെ കാര്യമായിട്ട് മാത്രം. എന്നാൽ ഒരു 8 മണിക്ക് പോവാം. ഓക്കെ എന്നാൽ. എടാ, എത്താനായാ? ഇല്ലടാ, KMC കുറച്ചും കൂടെ പോകാനില്ലേ? അതല്ലടാ, മറ്റേ മസാജിങ് സെന്റർ എത്താനായാ? മസാജിങ് സെന്ററാ? നീയല്ല പറഞ്ഞ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഇല്ലാന്ന്. ഈ പരിപാടിക്ക് കൊന്നാലും ഞാനില്ല. ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്കറിയണല്ലോ. അതിന് വേണ്ടി ചോദിച്ചൊന്നേ ഇല്ലു. എൻ്റെ ചെങ്ങായി, ഞാൻ ഇതുവരെ പോയിട്ടൊന്നുമില്ല. ആൾക്കാർ പറഞ്ഞ് കേട്ടയാണ്. ഫസ്റ്റ് കൗണ്ടറിൽ പോയിട്ട് ഫീസ് അടക്കണം. പിന്നെ നല്ല സുന്ദരികളായ തരുണിമണികൾ, തായ്, നേപ്പാളീസ്, അങ്ങനെ അങ്ങനെ. പിന്നെ നല്ല എണ്ണയെല്ലാം ഇട്ടിട്ട് നല്ല മസാജ് ചെയ്ത് തരും. എൻ്റെ ചെങ്ങായി സ്വർഗം കാണും. ഇന്നൊന്നും പറയണ്ട, കൺട്രോള് പോകണ്ട നോക്കണം. അനക്ക് ഭയങ്കര കൺട്രോളാടാ, അനക്ക് ഭയങ്കര കൺട്രോളാവും. അറിയുന്ന ആരെങ്കിലും ഉണ്ടാവൂടാ? എടാ, ഇത് മംഗലാപുരാണ് പോണേ. ഇവിടെ നാട്ടിൽ ഒരു കുഞ്ഞുണ്ടാവൂല. ധൈര്യത്തിൽ പോവാം. ഇൻട്രസ്റ്റിംഗ്. എന്നാ ഞാനും ഉണ്ട്. അയ്യടാ, ഒരു പുണ്യാളൻ. ഞാനെന്തായാലും ഈ പരിപാടിക്കില്ല. ഞാൻ നിന്റെ ഉള്ളറിയാൻ വേണ്ടി ഒന്ന് വെറുതെ ചോദിച്ചാണ്. നാട്ടുകാരായിട്ട് അറിഞ്ഞല്ലേ, ജീവിച്ചിരുന്നൊരു കാര്യമില്ല. ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലം മറക്കും. നാട്ടുകാർ പുല്ലന്മാരോട് പോയി പണി നോക്കാൻ പറ. ഞാനെന്തായാലും പോവും. നിന്റെ പണി നോക്ക്. ലൈഫാകെ ഒന്നേ ഇല്ലു. വണ്ടി വിടണം നേരാ മസാജിങ് സെന്ററിലേക്ക്. എടാ, ഇങ്ങോട്ടൊന്ന്. നിന്നെ തന്നെ ഇങ്ങോട്ട് വാ. എടാ, നീ കുറത്തല്ലേ? നീ എന്തൊരു ഇടാ? ഞാൻ അമ്മമ്മക്കൊരു കൊയമ്പ് വാങ്ങാൻ വന്നത്. ഇവിടെ നല്ല കൊയമ്പ് കിട്ടുന്ന് പറഞ്ഞു, അത് വാങ്ങാൻ വന്നത്. അല്ല, നിങ്ങ എന്താ ഇടാ? നമ്മയും അമ്മമ്മക്ക് കൊയമ്പ് വാങ്ങാൻ വന്നേനെ. ഏടെ പോയാലും ഓരോക്കാരുണ്ടാവും.